അഖിൽ ആഗ്രഹിച്ച പ്രകാരം കാർത്തികയുമായിട്ടുള്ള വിവാഹ ബന്ധത്തെ വേർപെടുത്തി അവർക്ക് വിവാഹമോചനം അനുവദിക്കുന്നു. താങ്ക് യു യുവർ ഓണർ, താങ്ക് യു. കൂടാതെ ദുരുദ്ദേശത്തോടെ ഇത് ചെയ്തില്ലെങ്കിലും കോടതിയുടെ വിലപ്പെട്ട സമയം പാഴാക്കിയതിന് ശ്രീമതി വസുന്ധരാ ദേവി നീതിക്ക് വേണ്ടി ചെയ്തതിനാലും ആദ്യമായി തെറ്റ് ചെയ്തതിനാലും ഈ കോടതി ക്ഷമിക്കുന്നു. താങ്ക് യു യുവർ ഓണർ. ശ്രീമതി കാർത്തിക ചെയ്തത് നിയമപ്രകാരം കുറ്റമെന്ന് കണ്ട് തൻ്റെ പ്രവൃത്തിയും സ്വഭാവവും മാറ്റണമെന്ന് പറഞ്ഞ് ഈ അവസരത്തിൽ ഞാൻ വിധി പ്രസ്താവിക്കുന്നു. Now the court is adjourned. അഖിൽ, കൺഗ്രാറ്റുലേഷൻസ് കൺഗ്രാറ്റ്സ് മോനെ. താങ്ക് യു ഏട്ടാ. ഒരുപാട് താങ്ക്സ് എടുത്തേ എന്നെ രക്ഷിച്ചതിന്. നിന്റെ ഏട്ടൻ നിനക്ക് വാക്ക് തന്നതല്ലേ അഖിൽ. ന്യായം നിന്റെ ഭാഗത്തായതുകൊണ്ടാ നിനക്ക് നീതി കിട്ടിയത്. നിന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചു വസു. നല്ല സമയത്താ നീ വന്ന് രക്ഷിച്ചേ. നീയും അബി അവളുടെ സൈഡിലായതുകൊണ്ട് അഖിലിന് ഡിവോഴ്സ് കിട്ടില്ലെന്നാണ് വിചാരിച്ചിരുന്നേ. ആദ്യം ഞങ്ങളെയൊക്കെ ഒന്ന് പേടിപ്പിച്ചെങ്കിലും അവസാനം എല്ലാം നല്ലതായിട്ട് വന്നല്ലോ. സൂപ്പർ ട്വിസ്റ്റ് ആയിരുന്നു ഏട്ടത്തി. ഞാനത് പ്രതീക്ഷിച്ചതേ ഇല്ല. നിങ്ങളെ പറ്റി തെറ്റിദ്ധരിച്ചു പോയി ചേച്ചി. പക്ഷെ നിങ്ങളാണ് കറക്റ്റ്. ഇതൊന്നും ഞാൻ തനിച്ച് ചെയ്തതല്ല ദമയന്തി. ഏട്ടന്റെ സഹായം കൂടി ഉള്ളതുകൊണ്ടാ അഖിലിന് നീതി കിട്ടിയത്. നിങ്ങൾ എന്ത് കാര്യമാ ചെയ്തത് ഏട്ടത്തി? എന്നെ വിശ്വസിപ്പിച്ച് വഞ്ചിച്ചു. നിങ്ങൾ ഇത്രയും വലിയ ദ്രോഹിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത്രയും വലിയ പാപമൊക്കെ ചെയ്യോ? നിങ്ങൾ മനുഷ്യരാണോ? നിങ്ങൾക്ക് മനസാക്ഷിയില്ല. ആരാണ് നിന്നോട് അന്യായം കാണിച്ചത്? നിന്നെ ആരാ ദ്രോഹിച്ചത്? ഇവിടെ നാടകം കളിച്ചത് ആരാ? മനസാക്ഷി ഇല്ലാത്തത് ഞങ്ങൾക്കോ അതോ നിനക്കോ? കൊച്ചുകുട്ടിയല്ലേ എല്ലാം മനസ്സിലാക്കുമെന്ന് കരുതി ഇത്രയും നാൾ നീ ചെയ്ത തെറ്റുകളൊക്കെ ഞങ്ങൾ കണ്ണടച്ചു വിട്ടു. നീ ചെയ്യുന്നത് ചെറിയ ചെറിയ തെറ്റുകളാണെന്നും ക്ഷമിക്കാൻ പറ്റാത്ത വലിയ വലിയ തെറ്റുകൾ ചെയ്യില്ല എന്നുള്ള വിശ്വാസത്തിലാ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തത്. നിന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിച്ചത്. നിന്റെ മാനം നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. എല്ലാവരും നിന്നെ കുറ്റം പറയുമ്പോഴും അവർക്ക് എന്നോട് ദേഷ്യപ്പെടുമ്പോഴും ഞാൻ നിന്റെ കൂടെ നിന്നു. പക്ഷേ നീ ആരാണെന്നും നിന്റെ തനി നിറം എന്താണെന്നും എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ആദിത്യയുടെ കൂടെ ചേർന്ന് നീ ചെയ്ത പ്ലാനിംഗ് ഒക്കെ എനിക്ക് മനസ്സിലായി. ആദ്യത്തെയായിട്ട് എനിക്ക് റിലേഷൻഷിപ്പ് ഇല്ല. സരിത പറഞ്ഞതാണ് സത്യം. അവനൊരു ഷണ്ണനാ. ഇനി നീ ആരെയാ പറ്റിക്കാൻ നോക്കുന്നേ? ഇനി നീ എത്ര കള്ളം പറയും? ഞാൻ സത്യമാണ് പറയുന്നത് അഭിയേട്ടാ. നീ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് വസുന്ധര വിശ്വസിച്ചു. അവൾ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു. എന്നാൽ നീ ഞങ്ങളെ എല്ലാവരെയും പറ്റിക്കാൻ നോക്കി. ക്ഷമിക്കാൻ കഴിയാത്ത തെറ്റാ നീ ചെയ്തേ. ഇല്ല അഭിയേട്ടാ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് എന്റെ കയ്യിൽ ഒരുപാട് തെളിവുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് തന്ന റിപ്പോർട്ട്സിലല്ല.
നീ ആരുടെ കൂടെയാണോ ചേർന്ന് വിശ്വാസവഞ്ചന കാണിച്ചത് ആ ആദിത്യയും സരിതയുമാണ് സാക്ഷി. എങ്ങനെയേട്ടാ ഡിവോഴ്സ് കിട്ടിയേ പറ്റൂന്നുള്ള വാശിയിൽ അഖിലിപ്പോ ജീവിക്കുന്ന അമ്മ, ഭാസ്കരേട്ടൻ, ഭാവനേച്ചി പോലും അതേ വാശിയിൽ തന്നെ നിൽക്കുന്ന. കാർത്തിക ചെയ്ത തെറ്റിനൊക്കെ ഡിവോഴ്സ് കൊടുക്കുന്നത് ശരി തന്നെയാണ്. പക്ഷെ ചെയ്യാത്ത തെറ്റിന് അവളെ ബലിയാടാക്കുന്നത് ശരിയല്ല ഏട്ടാ. തന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് വസു. ചെയ്യാത്ത തെറ്റിന് കാർത്തികയ്ക്ക് ശിക്ഷ കൊടുക്കണോ വേണ്ടയോ എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ തെറ്റ് ചെയ്യാത്തതിന് കാർത്തികയെ രക്ഷിക്കണമെന്നും എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ചെയ്ത് കാർത്തികയെ രക്ഷിക്കണം ഏട്ടാ. ഇന്ന് കോടതി ഡിവോഴ്സ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഏട്ടാ. ജീവിതകാലം മുഴുവൻ ആ കുറ്റബോധം കൂടെ ഉണ്ടാവും. താൻ ഒന്നും കൊണ്ട് പേടിക്കണ്ട. നമ്മളിപ്പോ ഹോസ്പിറ്റലിലേക്കല്ലേ പോകുന്നത്. സ്കാനിംഗ് റിപ്പോർട്ടിൽ കാർത്തിക എത്ര മാസമാണെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നമുക്കുള്ള രക്ഷിക്കാനും കഴിയും. ഏട്ടാ ഏട്ടാ കാറൊന്ന് നിർത്തിക്കേ. സരിത, സരിത നിൽക്കുന്നിടത്ത് ആദിത്യ വന്നിട്ടുണ്ടല്ലോ. വീണ്ടും ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കോ? ഈ പ്രാവശ്യം അവൻ സരിത ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അതായിരിക്കും അവന്റെ അവസാനം. താങ്ക് യു സോ മച്ച് സരിത. നിന്റെ പെർഫോമൻസ് വേറെ ലെവലായിരുന്നു. നിന്റെ അഭിനയത്തിന് ഓസ്കാർ കിട്ടും. ഓസ്കാർ തരേണ്ടത് എനിക്കല്ല, കാർത്തികയ്ക്ക്. ഞാൻ വസുവിനെ മാത്രമേ പറ്റിച്ചുള്ളൂ. പക്ഷേ കാർത്തിക ആ കുടുംബത്തെ മൊത്തം പറ്റിച്ചു കളഞ്ഞു. എല്ലാം എന്റെ ട്രെയിനിങ് ആണ് ബേബി. ആ അഖിലിനെ കാർത്തികയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. ആ അഖിലിന്റെ കൂടെ അവൾക്ക് ജീവിക്കണമെന്നില്ലായിരുന്നു. ആ ഫാമിലിയിൽ നിന്നും അവൾക്ക് പുറത്തു വരണമെന്നുണ്ടായിരുന്നു. ആ അവസരം ഞാൻ നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചു. എന്റെ പ്രോപ്പർട്ടിയിലും ബിസിനസ്സിലും ഒക്കെ അവൾക്ക് ഷെയർ കൊടുക്കാന്ന് പറഞ്ഞ് കാർത്തികയെ ഞാൻ പറഞ്ഞു പറ്റിച്ച് കാർത്തികയെ എന്റെ കൂടെ നിർത്തി ഞാൻ അവളെ പ്രഗ്നന്റും ആക്കി. ആ പ്രഗ്നൻസിക്ക് കാരണക്കാരൻ അഖിലാണെന്ന് കാർത്തിക എല്ലാവരെയും വിശ്വസിപ്പിച്ചു. സത്യം എന്തെങ്കിലും പുറത്തു വരുമെന്ന് അറിയാവുന്നോണ്ടാ ഞാൻ ഉടനെ നിന്നെ കളത്തിലിറക്കിയത്. കാർത്തികയുടെ കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണ്. ആ കാര്യം അവൾക്കും അറിയാവുന്നതാണ്. കാർത്തികയ്ക്ക് ഡിവോഴ്സ് കിട്ടില്ല. ആ വീട്ടിൽ തന്നെ അവൾ ജീവിക്കും. എന്റെ കുഞ്ഞിനെയും പ്രസവിക്കും. സ്വത്തിന്റെ പകുതി അവൾക്ക് കിട്ടും. അതിന്റെ കൂടെ സംസ്കൃതി ഈവന്റ്സിന്റെ സീക്രട്സ് എല്ലാം എന്നെ അറിയിക്കുകയും ചെയ്യും. അബിയോടുള്ള നിന്റെ പ്രതികാരവും തീരും. അവരുടെ സ്വത്തിന് നിന്റെ മകൻ അവകാശിയാവും. നിനക്ക് 2 വിധത്തിൽ ലാഭം കിട്ടും. എക്സലന്റ് പ്ലാൻ ആദിത്യ. ഇതെല്ലാം നിന്റെയും കാർത്തികയുടെയും മിടുക്കൊണ്ടാ സാധിച്ചത്. നിങ്ങൾ എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ എന്നെ കൊണ്ട് ഇതിനൊന്നും സാധിക്കുകയില്ലായിരുന്നു. ഇതിൽ എന്റെ പങ്ക് കുറവാ. നിന്റെ ശരിക്കുള്ള പാർട്ണർ കാർത്തികയാ. നിനക്ക് വേണ്ടി സ്വന്തം കുടുംബത്തെയാ വഞ്ചിച്ചിരിക്കുന്നത്. അവളോടെങ്കിലും നിനക്ക് ആത്മാർത്ഥത വേണം. നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ ഞാൻ എന്നും ഉണ്ടാവും ബേബി. ആ അഭിറാമിന്റെ തോൽവി എനിക്കെന്റെ കണ്ണുകൊണ്ട് കാണണം. അവനെ ഞാൻ തെരുവിലേക്ക് ഇറക്കും. എന്നിട്ട് ഞാൻ പക തീർക്കും. ഇഡിയറ്റ്. ഇപ്പൊ തന്നെ പോയി അവർക്ക് മറുപടി കൊടുക്കണം. നിക്ക് വസു,
വിടേട്ടാ, രണ്ടിനും ഞാനിന്ന് കൊല്ലും. വസുന്ധര, നമുക്കിപ്പോ അതിനൊന്നും സമയമില്ല. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഇവരല്ല, കാർത്തികയാണ്. ഇവരുടെ കൂടെ ചേർന്ന് അവള് നമ്മളെയും പറ്റിച്ചിരിക്കുക. ഇത്രയും വലിയൊരു അന്യായം, ഈ വിശ്വാസവഞ്ചന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഈ ദ്രോഹികളെ നമ്മൾ ദ്രോഹിച്ച് തന്നെ ജയിക്കണം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും അത് നമ്മുടെ കേസിനെ ബാധിക്കും. അപ്പോ ഇവരെ വെറുതെ വിടാനാണോ ഏട്ടൻ പറയുന്നത്? അല്ല, ഇവരുടെ കാര്യം നമുക്ക് പിന്നെ നോക്കാം. എങ്ങനെയാണോ കാർത്തിക നമ്മളെ വിശ്വസിപ്പിച്ച് വഞ്ചിക്കാൻ ശ്രമിച്ചോ, അതുപോലെ നമ്മളും അവളെ കോടതിയിൽ നിന്ന് വിധി വരുന്നതുവരെ വിശ്വസിക്കണം. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതുമാത്രമല്ല, ജയിൽ ശിക്ഷ കിട്ടണം. അവിടെ കിടന്ന് നരകിക്കണം. അഖിൽ അനുഭവിച്ച വേദനയുടെ 10 മടങ്ങ് കാർത്തിക അനുഭവിക്കണം. ഡിവോഴ്സ് തന്നെ കാർത്തികയ്ക്ക് വലിയ ശിക്ഷയാണ്. ആദ്യം നമുക്ക് ഹോസ്പിറ്റലിൽ പോയി റിപ്പോർട്ട്സ് കളക്ട് ചെയ്യാം. അതിനുശേഷം കോടതിയിലേക്ക് പോയി ഡിവോഴ്സ് വാങ്ങിക്കാം. ഇതാണ് സംഭവിച്ചത്. ഇപ്പൊ നിനക്ക് മനസ്സിലായോ കോടതിയിൽ ഞാൻ എന്തിനാ നിന്നെ എതിർത്ത് സംസാരിച്ചെന്ന്? ഞാൻ വിട്ടിരുന്നെങ്കിൽ വസുന്ധര അവിടെ വെച്ച് തന്നെ ആദ്യത്തിന്റെ സരിതയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയാണ്. പക്ഷേ കോടതിയിൽ നിന്ന് നീ രക്ഷപ്പെടും. നിനക്ക് ശിക്ഷ കിട്ടാൻ വേണ്ടി മാത്രം ഞങ്ങൾ ഇത്രയും നേരം നിന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നത്. അവസാനം എൻ്റെ അഖിലിന് നീതി കിട്ടി, അവന് ഡിവോഴ്സും കിട്ടി. അബേട്ടൻ കൂടി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ മനസ്സിൽ പോലും കരുതിയില്ല. ഇപ്പൊ നിങ്ങൾക്കും എനിക്കും വ്യത്യാസമില്ല. ഞാൻ നിങ്ങളെ പറ്റിച്ചു, നിങ്ങൾ എന്നോട് വിശ്വാസവഞ്ചന ചെയ്തു. നിങ്ങൾ എന്നെ സഹായിക്കാന്ന് പറഞ്ഞ് എന്നോട് കള്ളം പറഞ്ഞു. രാമായണത്തിൽ ശ്രീരാമനാണ് ബാലിയെ കൊല്ലേണ്ട ഒരു സന്ദർഭം ഉണ്ടായത്. മഹാഭാരതത്തില് സാക്ഷാൽ ശ്രീകൃഷ്ണനാണ് ധർമ്മപുത്രരോട് അശ്വത്ഥമാവ് മരിച്ചതായി നീതിക്ക് വേണ്ടി കള്ളം പറയേണ്ടി വന്നത്. ഒരു തവണ ന്യായത്തിന് വേണ്ടി കള്ളം പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഇതുവരെ ചെയ്ത തെറ്റുകൾ ക്ഷമിച്ച് അതിനുശേഷം ശിശുപാലനെ ഉപദേശിച്ച് തന്റെ ചൊൽപ്പടിക്ക് നിർത്താമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത അനീതിയെ രാമായണവും മഹാഭാരതവും എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുകയാണ്. നിങ്ങളോട് ആ ദൈവം പോലും ക്ഷമിക്കില്ല. ആരാ ഇവിടെ ചതിക്കുന്നേ? ആരുടെ കുഞ്ഞിനെ നീ ഞങ്ങളുടെ അവകാശം എന്ന് പറയുന്നേ? സ്വത്തിനു വേണ്ടി നീ ഇത്ര വലിയൊരു തെറ്റ് ചെയ്തില്ലേ? ഒരു സ്ത്രീയും ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. നിനക്ക് ഡിവോഴ്സ് തന്നത് വളരെ ചെറിയൊരു ശിക്ഷ. നീ നിന്റെ സ്വഭാവം നേരെയാക്കണമെന്ന് ജഡ്ജി തന്നെ പറഞ്ഞ സ്ഥിതിക്ക് എത്ര വലിയ തെറ്റാണ് നീ ചെയ്തതെന്ന് സ്വയം ആലോചിച്ച് നോക്ക്. നിന്നെ പോലുള്ളവർ കാരണം സ്നേഹത്തിനും ഭാര്യ ഭർത്തൃ ബന്ധത്തിനും ഒരു വിലയുമില്ലാതെ പോകുന്നത്. നിന്നെ എന്ത് ചെയ്താലും ഒരു തെറ്റുമില്ല. ഇനി ഇവളോട് സംസാരിക്കുന്ന എന്തിനാ എടുത്തി? ഇവളും നമ്മളും തമ്മിൽ ഒരു ബന്ധമില്ല. ഇനി ഇവൾ എന്റെ കണ്ണുമുന്നിൽ നിന്ന് പോകാൻ പറയും. ഞാൻ അത്ര എളുപ്പത്തിൽ കളഞ്ഞിട്ട് പോകുന്നു വിചാരിക്കണ്ട. എന്നെ പറ്റി നിനക്ക് അറിയില്ല. ഇനി ഇതിൽ കൂടുതൽ നീ എന്ത് ചെയ്യാൻ പോവാ? സ്വാർത്ഥതയും അഹങ്കാരവും വിശ്വാസവഞ്ചനയുള്ള നിനക്ക് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രയും നാളും നിന്നെ രക്ഷിച്ചത് ഈ കുടുംബമാണ്, അല്ലാതെ നിന്റെ വ്യക്തിത്വമല്ല. നീ ആരെ വിശ്വസിക്കുന്നോ അവര് നിന്റെ നാശം കണ്ടേ അടങ്ങും. പോടി അവിടുന്ന്. ആരെയും ഞാൻ വെറുതെ വിടില്ല. എല്ലാത്തിനും ഞാൻ ശരിയാക്കും. മേലാൽ ഞങ്ങളുടെ കൺമുന്നിൽ വന്നു പോരുത്. ഞാൻ പോകുന്നു. പക്ഷെ നിങ്ങൾ ആരെയും ഞാൻ വെറുതെ വിടില്ല. ഒരു പെണ്ണ് വിചാരിച്ച ഒരു സാമ്രാജ്യം തന്നെ ഇല്ലാതാക്കാൻ പറ്റും. ആഫ്റ്റർ ഓൾ നിങ്ങളൊക്കെ എന്താ? ഇനി മുതൽ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. കാർത്തിക, നീ ആഗ്രഹിച്ച പോലെ നിനക്ക് ഡിവോഴ്സ് കിട്ടി അഖിൽ. നിന്നെ വേദനിപ്പിച്ചുകൊണ്ടിരുന്ന കാർത്തിക നിന്റെ
ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഒഴിഞ്ഞു. ഇനി നിന്റെ പുതിയ ജീവിതം. ഇനി നീ സന്തോഷത്തോടെ ജീവിക്കണം. ഒരുപാട് താങ്ക്സ് ഏടത്തി. ഏടത്തി അവളെ സപ്പോർട്ട് ചെയ്തപ്പോ എന്റെ ജീവിതം തന്നെ അവസാനിച്ചെന്ന് കരുതി ഒരുപാട് സങ്കടപ്പെട്ടതാ. എന്നാ ഇപ്പോ എനിക്ക് വേണ്ടി വലിയ കാര്യം ചെയ്തേ. അവളുടെ തനി സ്വഭാവം പുറത്തു കൊണ്ടുവന്നു. അതെ വസു, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നറിയാതെ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ച് എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തി. പക്ഷെ ഇതൊക്കെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. നിന്നെ പറ്റി അറിയാമായിരുന്നിട്ടും ഞങ്ങൾ നിന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. ഞങ്ങളോട് ക്ഷമിക്കു വസു. ശരിയാ മോളെ, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി. നീ ഞങ്ങളോട് ക്ഷമിക്കേ. നമ്മൾ തമ്മിൽ ക്ഷമയുടെ ആവശ്യമുണ്ടോ ഏട്ടാ? സത്യം പറയണേ, കാർത്തികയുടെ കാര്യത്തില് വസുന്ധര അവളെ വിശ്വസിച്ചത് അവളുടെ പ്ലാനിംഗ് ആണെന്ന് അറിയാതെ അവളെ സപ്പോർട്ടും ചെയ്തു. അതെ, ദൈവം നമുക്ക് നല്ലതാ ചെയ്തത്. അവസാന നിമിഷത്തില് സത്യം എന്താണെന്ന് ദൈവം നമ്മളെ അറിയിച്ചു. തെറ്റ് ചെയ്ത കാർത്തികയ്ക്ക് ദൈവം ശിക്ഷ കൊടുക്കുകയും ചെയ്തു. സത്യം അഗ്നിയെ പോലെയാണ് ചേച്ചി. എത്ര ഒളിച്ചു വെച്ചാലും അത് മറയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ടാ ദൈവം ആ സത്യം പുറത്തു കൊണ്ടുവരാൻ വഴി കാണിച്ചത്. അങ്ങനെ ദൈവം പോയി എന്നെ കൈയൊഴിഞ്ഞു. ഈ വീട്ടിൽ എനിക്ക് ആകെ കൂട്ടനുണ്ടായിരുന്നത് ആ കാർത്തിക മാത്രം. അവളെ ഇവിടുന്ന് ഇറക്കി വിട്ടു. അവക്ക് ഈ സ്വത്തിന്റെ പങ്കും കിട്ടിയില്ല, അതിന്റെ പങ്കും എനിക്കും കിട്ടിയില്ല. അഖിലേട്ടനെ കഷ്ടപ്പെടുത്തിയ കാർത്തികയ്ക്ക് നല്ല ശിക്ഷ തന്നെ കിട്ടിയത്. ഇനി മുതൽ അഖിലേട്ടന് സന്തോഷായിരിക്കാം. എന്റെ സന്തോഷം എത്രയാണെന്ന് പറയാൻ പറ്റുന്നില്ല. ഇനി എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ ഫ്രീ ബേർഡാ. സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. ഇല്ല അഖിൽ, നിന്റെ കാല് നേരെ ആകണം. മുന്നത്തെ പോലെ നീ എഴുന്നേറ്റ് നടക്കണം. അപ്പോഴേ ഞങ്ങൾക്കൊക്കെ സമാധാനാവും. ഇനി നടക്കാൻ പറ്റിയാലും ഇല്ലെങ്കിലും എനിക്ക് ഒരു വിഷമവും ഇല്ല എടുത്തി. ആ രാക്ഷസി എന്നെ വിട്ടു പോയല്ലോ, അതാ വലിയ സമാധാനം. നീ ഉറപ്പായി നടക്കുവെങ്കിൽ ഓൾറെഡി ഞങ്ങൾ ന്യൂറോ സ്പെഷ്യലിസ്റ്റിനോട് സംസാരിച്ചു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ നിനക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാമെന്നും പറഞ്ഞു. നീ നടക്കുന്നത് ഞങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം നീ പഴയതുപോലെ ഓഫീസിലേക്ക് വരണം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് ഈവൻസ് ചെയ്യണം. നീ ഇങ്ങനെ എഴുന്ന നിന്റെ ജീവിതം ഇല്ലാതാക്കരുത്. വസു പറഞ്ഞതുപോലെ നിനക്കിത് പുതിയ ജീവിതോ. ഇത്രയും നാൾ നീ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇനിയെങ്കിലും നീ സന്തോഷമായിട്ടിരിക്കണം. ദൈവത്തിന്റെ കൃപ കൊണ്ട് നിന്റെ കാല് ശരിയാവുകയാണെങ്കിൽ നിന്നെക്കുറിച്ച് പിന്നെ എനിക്കും നിന്റെ അച്ഛനും ഒരു ടെൻഷനും ഉണ്ടാവില്ല. നീ എഴുന്നേറ്റ് നടക്കുന്നത് വരെ ഞങ്ങൾക്ക് ഒരു സമാധാനവും ഇല്ല. അഖിലേട്ടൻ ഉറപ്പായി നടക്കും അമ്മായി. ഞാനല്ലേ പറയുന്നേ, അഖിലേട്ടനെ നടത്തിക്കേണ്ടത് എന്റെ ചുമതലയല്ലേ. കുഞ്ഞമ്മേ, കുഞ്ഞമ്മേ, എന്താ കുഞ്ഞമ്മേ? നാട്ടുകാർക്കൊരു പ്രശ്നം വരുമ്പോ നിങ്ങളുടെ പ്രശ്നം മാത്രമാണ് വലുതെന്ന് കരുതിയിട്ട് ഒറ്റയ്ക്കിരുന്ന് എന്തിനാ വിഷമിക്കുന്ന കുഞ്ഞമ്മേ? ഞാൻ എങ്ങനെ ഇരുന്നാ നിനക്കെന്താടി? കുഞ്ഞമ്മേ, കാർത്തിക പോയതുകൊണ്ടാണോ നിങ്ങൾ വിഷമിക്കുന്നേ? അവള് പോയിന്ന് പറഞ്ഞ് ഞാൻ എന്തിനു വിഷമിക്കാനാ? എനിക്കെല്ലാം അറിയാം കേട്ടോ. എന്തറിയാന്നാ? നിങ്ങൾ രണ്ടുപേരും നല്ല കൂട്ടുകാരികളല്ലായിരുന്നോ? ഇങ്ങനെ ഇരുന്ന് വിഷമിക്കുന്നതിന് പകരം നിങ്ങളും കൂടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ നല്ലതായിരിക്കില്ലേ? ഞാൻ എന്തിനാ ഇവിടുന്ന് പുറത്തു പോകുന്നേ? ഇത് എന്റെ ഏട്ടന്റെ ഏടത്തിയുടെ വീടാ. മരിക്കുന്നത് വരെ ഞാൻ ഇവിടെ നിൽക്കും. ഇവിടെ ഇരുന്നിട്ട് എന്താ പ്രയോജനം? ഇവിടെ ഉള്ളവർക്ക് ഒരു വഴി, നിങ്ങൾക്ക് വേറൊരു വഴി. ദാ നോക്ക്, ഞാൻ പറയുന്നത് കേൾക്ക്. ആ കാർത്തിക എവിടെയുണ്ടോ അവിടേക്ക് നിങ്ങളും പോയിക്കോ. നീ നിന്റെ ഭർത്താവിന്റെ കൂടെ പോ, ഞാൻ എങ്ങോട്ട് വരുന്നില്ല. ആ അതെ കുഞ്ഞമ്മേ, പോണോന്ന് വിചാരിച്ചാലും നിങ്ങൾക്ക് ഭർത്താവും ഇല്ലല്ലോ. നിനക്ക് ഭർത്താവ് ഉണ്ടായിട്ട് എന്താ പ്രയോജനം? എന്റെ ഭർത്താവ് മരിച്ചു പോയതും കണക്കാ, നിനക്കില്ലാത്തതും കണക്കാ. അപ്പോ എന്റെ ഭർത്താവ് ചാവണമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അത് തന്നെ. രണ്ടുപേരും നിർത്ത്. ഒരു പ്രശ്നം കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോ നിങ്ങൾ രണ്ടുപേരും തുടങ്ങുവാണോ? കേട്ടില്ലേ എടുത്തി, ഇവൾ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കൂന്ന് പറയുന്നു. വല്യമ്മേ, കുഞ്ഞമ്മ കാർത്തിക ഓർത്ത് വിഷമിച്ച് കരഞ്ഞോണ്ടിരിക്കുവാ. അതോർത്ത് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി മുതൽ ഈ വീട്ടില് കാർത്തിക എന്നുള്ള പേര് പോലും കേൾക്കാൻ പാടില്ല.
കൊള്ളാം വസു, എന്നെ വിശ്വസിപ്പിച്ച് വഞ്ചിട്ടല്ലേ? എന്നോട് തന്നെ ദ്രോഹം ചെയ്തു അല്ലേ? നിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. കാർത്തിക 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 calm down. എന്നെ വസു മുതുകിൽ കുത്തി. എങ്ങനെ റിലാക്സ് ആകാൻ പറ്റും? ആ അഭിരാമും വസുവും എന്റെ എല്ലാ പ്ലാനും തല കീഴായി മറിച്ചു. പിന്നെ എനിക്ക് എങ്ങനെ മനസ്സമാധാനം കിട്ടും? തോറ്റുപോയത് നീ മാത്രമല്ല, ഞാനും കൂടിയാ. ഇപ്പൊ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല കാർത്തിക. നന്നായി ആലോചിക്ക്. എല്ലാം ആലോചിച്ചാണ് പ്ലാൻ ചെയ്തത്, പക്ഷെ എല്ലാം തിരിച്ചടിച്ചു. കൂൾ കാർത്തിക, നമ്മൾ പൂർണ്ണമായിട്ടും തോറ്റുപോയിട്ടില്ല. നമുക്ക് ഇനിയും ചാൻസ് ഉണ്ട്. ഡിവോഴ്സ് കഴിഞ്ഞു, ഇനി എന്താ ബാക്കിയുള്ളത്? എല്ലാം അവസാനിച്ചില്ലേ? ഇല്ല, അഭിറാമിന്റെയും വസുവിന്റെയും മേൽ പക തീർക്കാൻ ഇനിയും ഒരു വഴിയുണ്ട്. എന്താ? ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്ക. ഞാൻ പറയുന്നത് നീ അതുപോലെ ചെയ്യ. ശരിയാണല്ലോ, ഇനിയോ ആ വഴിയുണ്ടല്ലോ. ഞാൻ എങ്ങനെയാ ഇത് മറന്നുപോയത്? അതുകൊണ്ടാണ് ദേഷ്യപ്പെടാതെ സമാധാനത്തോടെ ആലോചിക്കാൻ പറഞ്ഞത്.